ഗൈസ് എനിക്ക് പണിയിട്ട് ഗൈസ് ചന്നറായപ്പട്ടണക്ക് ആണ് പോകേണ്ടിരുന്നത്. പക്ഷെ ചന്നപ്പട്ടണ എന്ന് പറഞ്ഞ് ബസ് മാറി കയറി. അത് മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബസ് 3 മണിക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആ സമയത്ത് എപ്പോൾ എത്തുമെന്നും പറയാൻ പറ്റില്ല. ആകെ മൊത്തത്തിൽ പെട്ടിരിക്കും. ഒന്നും അറിയില്ല. ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. റൂമൊക്കെ എടുത്തിട്ടൊക്കെ വേണം. ആകെ മൊത്തത്തിൽ ആകെ പെട്ടുപോയി കഴിച്ച്. നമ്മളപ്പോൾ ആ ഒരു ഫുഡ് കഴിക്കാൻ കയറിയിരിക്കണം. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറാണ്. ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരിക്കണ്ട മേടിച്ചിട്ടുണ്ട്. ഇഡ്ഡലി സാമ്പാർ രണ്ടോണം ഇപ്പോൾ കഴിക്കുന്നത്. തൽക്കാലത്തേക്ക് ഇതാണ് ഇപ്പോൾ ഇവിടെ കഴിക്കാൻ. ഞാനിപ്പോൾ ബസ്സിൽ കയറിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഹിച്ച് ഹൈക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കേസല്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ബസ് ഇപ്പോൾ ഇവിടുന്ന് ചന്നപ്പട്ടണ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ ഹസൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയിലേക്ക് പോകും. അവിടെ നിന്നാണ് നമ്മൾ ഹലിബിഡു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അത് അങ്ങനെ 3 ബസ് കയറിപ്പ് വേണം പോകാനായിട്ടാ. അപ്പോൾ ഫസ്റ്റ് ബസ് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരോട് ചോദിച്ചു, ഇവിടെ കണ്ടക്ടറോട് ചോദിച്ചിട്ടാണ് കയറിയിരിക്കുന്നത് കേട്ടോ. ബസ് എടുത്തിട്ടില്ല, ബസ് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നിൽക്കണം. സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കയറിയിരിക്കണം ഷൂട്ട് ചെയ്യാൻ പാകത്തിന്. ഏറ്റവും ബാക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. ഫ്രണ്ടിൽ കയറിയിരിക്കാനായിട്ട് പറ്റത്തില്ല. ഫ്രണ്ടിൽ ലേഡീസ് ഏരിയ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ഭയങ്കരമായിട്ട് ഇതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ബാക്കിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഏരിയ ഇതാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ശ്രീരംഗപട്ടണം ബസ് സ്റ്റാൻഡ്. കാണാൻ പറ്റുന്ന ഏറ്റവും ബാക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തു. 66 രൂപയാണ് ടിക്കറ്റിന്. 66 രൂപയായിരുന്നു. കുഴപ്പമില്ല. അവിടെ നിന്ന് എത്ര രൂപ എന്നുള്ളത് അറിയില്ല. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് എടുക്കാം. എനിക്ക് പണിയിട്ട് ഗൈസ് ചന്നറായപ്പട്ടണക്ക് ആണ് പോകേണ്ടിരുന്നത്. പക്ഷെ ചന്നപ്പട്ടണ എന്ന് പറഞ്ഞ് ബസ് മാറി കയറി. അത് മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബസ് 3 മണിക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആ സമയത്ത് എപ്പോൾ എത്തുമെന്നും പറയാൻ പറ്റില്ല. ആകെ മൊത്തത്തിൽ പെട്ടിരിക്കും. ബസ് ഇവിടെ മിസ്സായി. ഇപ്പം നേരെ നാഗമണ്ഡലത്തിട്ട് അവിടെ നിന്ന് വെല്ലൂർ ക്രോസ് ചെയ്തു. വെല്ലൂർ ക്രോസ് ചെയ്യുന്ന അവിടെ ചെന്നിട്ട് വേണം ചെന്നറായ പാട്നയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ വഴി തന്നെ പോകണം. അപ്പോൾ 2 ബസ്സിന് കൂടി മാറി കയറണം. അവിടെ നേരിട്ടുണ്ടായിരുന്നൊരു ബസ് കിട്ടിയില്ല. ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവിടുത്തെ എൻക്വയറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് പറയാമെന്ന് പറഞ്ഞിട്ട് അത്ര നേരം വെയിറ്റ് ചെയ്ത് നിർത്തി. അത് ബസ് പോയി കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് വേറെ ബസ് കൊണ്ടിരിക്കുന്നത്. വേറെ ഇപ്പോൾ പോകുന്ന നാഗമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കരിമ്പിൻ തോട്ടം കന്നുകാലിക്ക് വേണ്ടിയിട്ട് വളർത്തുന്നതാണോ? വളർത്തുന്നതിൻ്റെ അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നതാണോ അതൊക്കെ?
ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാഗമംഗലം തേടില്ല. നാഗമംഗലത്ത് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട് ദൂരം. ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് ബെല്ലൂർ ക്രോസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ചിരുന്ന് എന്തായാലും നൈറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ടെന്ന് അവിടെ എത്തുമ്പോഴാകും. അപ്പോൾ മിക്കവാറും ഇവിടെ വഴിയരികിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണ എന്തെങ്കിലും നോക്കേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ നോക്കിയാണ് കേട്ടോ. അറിയില്ല. ഇപ്പോൾ നമ്മൾ നാഗമണ്ഡല ടൗണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബസ് ബെല്ലൂർ ക്രോസിലേക്കുള്ള ബസ് ഒന്ന് ഓടിക്കണം. അവിടെ നിന്ന് ഞാനിപ്പോൾ ഇവിടെ നാഗമണ്ഡല ബസ് സ്റ്റാൻഡിലേക്കാണ് നിൽക്കണം. ഇവിടെ നിന്ന് ബെല്ലൂർ ക്രോസിലുള്ള ബസ് ഏതാണെന്ന് വെച്ചാൽ പിടിക്കണം. ചോദിച്ചിട്ടുള്ളൊരു ഇതാ ബസ് സ്റ്റാൻഡ് മുഴുവനാണ്. വീണ്ടും ചെറുതായിട്ട് പണി കിട്ടും. ഞാനിപ്പോൾ അവിടുന്ന് ബെല്ലൂർ ക്രോസ് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലേറ്റ് ആവും. അപ്പോൾ റൂട്ട് മാറ്റിപ്പോൾ നേരെ ബാംഗ്ലൂരിലേക്ക് ബസ് പിടിച്ചു. ഈ ബസ് ഞാൻ കയറിയ ബസ് ബാംഗ്ലൂരിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോവാണ്. ഭയങ്കരമായിട്ട് കൺജസ്റ്റഡാണ് അവിടെ. മൊത്തം തിരക്കാണ്. ആകെ കുറ്റിരിക്കുന്ന കാര്യം മൊത്തത്തിലാകെ സീനാണെന്ന് ആലോചിക്കും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ അലിബീഡിലേക്ക് പോകാനായിട്ട് നിന്നാണ്. മറ്റേ ചാനരായ പത്നിയില്ലേ അമ്മ പോകാന സ്ഥലം, ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റിയില്ല. എത്തിയിട്ടില്ല. ഇവിടെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ആവുമെന്നാണ് തോന്നണത്. ഇങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴേക്ക് റൂമൊക്കെ എടുത്തിട്ടൊക്കെ വേണം. ആകെ മൊത്തത്തിൽ ആകെ പെട്ടുപോയി കഴിച്ചു. അങ്ങനെ അവസാനം ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി ഊബർ, ഇനി ഓട്ടോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് ഊബർ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ പിടിച്ച് ബുക്ക് ചെയ്ത റൂം ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വന്ന വഴിക്ക് തന്നെ ബുക്ക് ചെയ്തു. പിന്നെ അങ്ങോട്ട് പോവുകയാണ്. ഇനി ബുക്ക് ചെയ്തിട്ട് ഇനി റൂമിലേക്ക് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട്. ഇന്നൊരു നല്ലൊരു ദിവസം വരുന്നില്ല എൻ്റെ. മൊത്തത്തിൽ ഇന്ന് എല്ലാം എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ റിവേഴ്സ് ആയിട്ടാണ്. ഭയങ്കരമായിട്ട് ഇതാണ്. ഇവിടെ വലിയൊരു ലുലു ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഞാനിപ്പോൾ സുജാത ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ വണ്ടി പിന്നെ ഇവിടെ നിന്ന് ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി റൂമിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനെത്തി ഇവിടെ ഹോട്ടലിൽ ഇപ്പോൾ റൂമിലെത്തിയുള്ളൂ. അപ്പോൾ റൂം ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടാ. കാരണം വേറെ നിവൃത്തിയില്ലാതെ എനിക്ക് ബുക്ക് ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെ ഊബർ വിളിക്കേണ്ടി വന്നു. ഓട്ടോനൊക്കെ കത്തിയായിരുന്നു. ഭയങ്കരമായിട്ട് ക്യാഷ് ചോദിച്ചു അവർ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് എക്സ്പെൻസ് എനിക്ക് ഇതിന് വേണ്ടി വന്നു. അപ്പോൾ
പോയതാണെങ്കിൽ കാര്യം നടന്നില്ല ഒരുപാട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാഗ്മണ്ഡലേക്ക് പോയ ആ ഒരു ജേണി വളരെയധികം ഇതായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഉള്ളേരിയകളിലോട്ടൊക്കെ നമുക്ക് കുറച്ച് പോകാൻ പറ്റി. അപ്പോൾ അവിടുത്തെ എങ്ങനെയാണ് ലിവിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി മാക്സിമം. അപ്പോൾ അതൊരു ബസ് യാത്ര എങ്കിൽ കൂടി നമുക്ക് മാക്സിമം നോക്കാനായിട്ടുള്ളത് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയെന്നുള്ളൊരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയൊക്കെ ഫുൾ കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് ഔട്ട് ഓഫ് കൺട്രോളായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഈ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ.